വൃശ്ചിക പുലരിയിൽ ഇന്ന് സന്നിധാനത്തെത്തിയ അയ്യപ്പ ഭക്തർ ശ്രീകോവിലിന് മുന്നിൽ ഒരു കാഴ്ച കണ്ടു. ഇതിനകം വാർത്തകളിൽ ഏറെ ഇടം പിടിച്ച സ്വർണ്ണപ്പാളികൾ ഇളക്കുന്നതാണ് അവർ കണ്ടത്. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരം തേടി അവിടെ എത്തിയ അന്വേഷണ സംഘമാണ് സ്വർണ്ണപ്പാളികൾ ഇളക്കിയത്. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായാണ് പാളികൾ ഇളക്കി പരിശോധിച്ചത്. കഴിഞ്ഞ മണ്ഡലകാലത്തിൽ നിന്ന് ഈ മണ്ഡലകാലത്തിലെത്തുമ്പോൾ ശബരിമല പോലും കള്ളന്മാരുടെ വൻ തട്ടിപ്പിന് ഇടമായി മാറിയെന്നത് അയ്യപ്പ ഭക്തന്മാരെ അരടത്തുണ്ടാകും. ശബരിമലയുടെ സമ്പത്ത് സൂക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവർ പോലും അതിന്റെ ഭാഗമാവുകയും ഇപ്പോൾ അഴിക്കുള്ളിലാകുകയും ചെയ്തു. ദുഷ്ടലാക്കോടെ എത്തിയ സ്പോൺസർമാരും ഇടനിലക്കാരും പേരും ഊരും അറിയാത്ത ആളുകളും കൈയടക്കിയ സന്നിധാനത്തെ അതിൽ നിന്ന് മോചിപ്പിച്ച് പരിപാവനമായി സൂക്ഷിക്കുക എന്നതാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും മുന്നിലെ വെല്ലുവിളി. പുതിയ പ്രസിഡന്റ് K ജയകുമാറിന്റെ ദൗത്യം അതാണ്. ഭക്തന്മാരുടെ സംഭാവന സ്വീകരിക്കാനും അവരുടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാനൊന്നും തടസ്സമില്ല. പക്ഷേ അത് നേരിട്ട് വരണം. വളഞ്ഞ വഴി കൂടെ ഇടനിലക്കാരിൽ കൂടെ വരേണ്ട കാര്യമില്ല. അത് ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൻ്റെ തകരാറായിരിക്കാം. ആ സംവിധാനമാണ് ഞാൻ ഈ തുടക്കം തൊട്ടേ പറയുന്നുണ്ട്, തിരുത്തും എന്ന് പറയുന്നത്. സ്പോൺസർമാരുടെ നേരിട്ട് ഇടപാട്. എന്തിനാണ് നിങ്ങൾ എന്താ സ്പോൺസർഷിപ്പ്, അത് അറിയണം. നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ, അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണൊക്കെ നോക്കിയിട്ട് നമ്മൾ അനുവദിക്കും. സ്പോൺസർഷിപ്പ് വേണം. പക്ഷേ സ്പോൺസർഷിപ്പ് കൊള്ളരുതായ്മകൾക്കുള്ള വാതിൽ തുറന്നു കൊടുക്കാനുള്ള ഒരു മാർഗ്ഗമായിരുന്നുവെങ്കിൽ ഇനി തൊട്ട് അത് അനുവദിക്കില്ല എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയിൽ ഒരു മണ്ഡലകാലത്തിന് കൂടി തുടക്കമാകുമ്പോൾ സ്വർണ്ണക്കൊള്ള കേസിന്റെ ഉത്തരം കൂടി തേടുന്നുണ്ട് വിശ്വാസികളും പൊതുസമൂഹവും. കുറ്റക്കാരെയെല്ലാം നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും സംവിധാനങ്ങൾക്കുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുവിലും N വാസുവിലും തീരുന്നതല്ല സ്വർണ്ണക്കൊള്ളയുടെ പേരുകളെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് സൂചനകൾ ഇതിനകം കിട്ടിക്കഴിഞ്ഞു. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന S ജയശ്രീയുടെ അറസ്റ്റാണ് ഇനി വരാനുള്ളത്. ജില്ലാ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നാളെ മുൻകൂർ ജാമ്യം തള്ളിയാൽ ജയശ്രീയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും. ബോർഡിന്റെ തീരുമാനം താൻ അനുസരിച്ചു എന്നാണ് ജയശ്രീയുടെ മൊഴി. അത് വിശ്വാസത്തിലെടുത്താൽ അന്നത്തെ ദേവസ്വം ബോർഡാണ് അതിന് ഉത്തരം പറയേണ്ടത്. മുൻ പ്രസിഡന്റ് A പത്മകുമാർ ഇതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടില്ല. ജയശ്രീയുടെ അറസ്റ്റ് സംഭവിച്ചാൽ പത്മകുമാറിന് പിന്നെ പിടിച്ചു നിൽക്കാനും കഴിയില്ല.